മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സമ്മതിച്ചിരിക്കുന്നു. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നന്നായി അറിയാം എന്നുള്ള കാര്യം. ഇതുവരെ അത് സമ്മതിച്ചിരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും സൗഹൃദമുണ്ടെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതോടെ ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. ശബരിമല ഭക്തൻ എന്ന നിലയിലും സംഭാവനകൾ നൽകിയ വ്യക്തിയെന്ന നിലയിലുമാണ് പരിചയപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. സ്വർണം പൂശാനായി ദേവസ്വം ബോർഡോ വ്യക്തികളോ അപേക്ഷ നൽകിയിട്ടില്ല. സ്വർണം പൂശിയ കാര്യം ബോർഡ് സർക്കാരിനെ അറിയിച്ചിട്ടില്ല. മന്ത്രി എന്ന നിലയിൽ തനിക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ്. മുൻമന്ത്രി എന്ന നിലയിൽ അറിയാവുന്നത് പറഞ്ഞു എന്നാണ് ചോദ്യം ചെയ്യൽ സ്ഥിരീകരിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് എല്ലാം കടകംപള്ളിക്കറിയാം എന്നുള്ളതായിരുന്നു. അതിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ മാത്രം ഇഷ്ടപ്രകാരമെന്നും അദ്ദേഹത്തിൻ്റെ മാത്രം അറിവോടെയെന്നും അതിൽ മന്ത്രി എന്നുള്ള നിലയിൽ ഇടപെട്ടിട്ടില്ല എന്നും കടകംപള്ളി പറഞ്ഞതോടെ പത്മകുമാർ കൂടുതൽ അപകടകാരിയാവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് ഇത്രയധികം ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് മറ്റ് കച്ചവട ബന്ധവും കാണും. അത് പത്മകുമാറിന് അറിയുകയും ചെയ്യും. അപ്പോൾ പിന്നെ SITക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമായി. SITയുടെ മെല്ലെപ്പോക്ക് ഇന്നും ഹൈക്കോടതി പരാമർശിച്ചത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇനി കാര്യങ്ങൾ വേഗത്തിലാക്കണം. ഇല്ലെങ്കിൽ SITയുടെ ചെവി പിടിക്കാൻ വീണ്ടും ഹൈക്കോടതിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ഹൈക്കോടതിക്ക് പുറമെ ഇപ്പോഴിതാ പ്രതിപക്ഷവും SITയെ നിരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇതുവരെ SITയെ അവിശ്വാസത്തിലെടുത്തിട്ടില്ല. പക്ഷേ ഈ മെല്ലെപ്പോക്ക് കാണുമ്പോൾ ഇനി അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള സൂചനയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നൽകുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 10-15 ദിവസം മുൻപ് തന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും അന്ന് ചെയ്യാതിരുന്നത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വലിയ സമ്മർദ്ദം വന്നുകൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ മെല്ലെപ്പോക്ക് നടക്കുന്നത് എന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള ആ സമ്മർദ്ദം കാരണമാണ് SITയിലെ ചില പ്രമുഖരുടെ അറസ്റ്റ് വൈകിപ്പിക്കുന്നതെന്നും കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ പോലും വൈകിപ്പിച്ചതുമെന്നാണ് സതീശൻ വ്യക്തമാക്കിയത്. ഇനിയും വൈകിപ്പിച്ചാൽ അപ്പോൾ നമുക്ക് കാണാമെന്ന താക്കീതും പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കടകംപള്ളിയുടെ കാര്യം അല്പം കഷ്ടം തന്നെയാണ്. നമുക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ വാക്കുകൾ കേട്ടുനോക്കാം. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത് നീട്ടിക്കൊണ്ടുപോയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതെങ്കിൽ അത് CPMന് എത്ര ക്ഷീണം ഉണ്ടാക്കുമായിരുന്നു. അത് മനഃപൂർവ്വം നീട്ടിവെച്ചാണ്. ഞാൻ ആരോപണം ഉന്നയിച്ച് പിന്നീട് കോടതി തന്നെ ശരിവെച്ചല്ലോ. കോടതി എന്താ പറഞ്ഞത്? അത് മന്ദഗതിയിലാക്കിയ അന്വേഷണം. ഇപ്പോൾ കോടതി വിമർശിച്ചപ്പോഴാണ് സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സീക്വൻസാണ്. അത് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ബന്ധമുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർമാരെയുമായി ബന്ധപ്പെടുത്തിയതിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ട്. അപ്പോൾ അത് കൃത്യമായിരിക്കുകയാണ്. എന്നിട്ട് എന്തിനാണ് ഇവർ ഒളിച്ചു വെച്ചത്? 27-ാം തീയതി അല്ലേ എന്നാണിത് ചോദ്യം ചെയ്തത്? എന്തിനാണ് ഇത് രഹസ്യമാക്കി വെച്ചത്? ഇതിന് രഹസ്യത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. എന്തിനാണ് എല്ലാവരും ചേർന്ന് ഇത് രഹസ്യമാക്കി വെച്ചത്? ഇപ്പോൾ പുറത്തു വരുമല്ലോ. എന്നായാലും എത്ര ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ചോദ്യം ചെയ്തൊക്കെ പുറത്തു വരുമല്ലോ. തുടർ നടപടികൾ ഉണ്ടാകട്ടെ. SIT ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവസാനം വരെ SITയെ തള്ളി പറഞ്ഞില്ല. SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്താണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോഴും SITയിൽ വിശ്വാസമുണ്ട്. അവർ ഭംഗിയായി ഈ കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കട്ടെ. അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടാതിരിക്കുക, അതാണ് പറയാനുള്ളത്. കടകംപള്ളി പറയുന്നത് ഈ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ മന്ത്രി അറിയേണ്ട കാര്യമില്ല, ബോർഡ് സ്വതന്ത്രമായി തീരുമാനിക്കുന്നതാണ്. അതിലെത്രത്തോളം നമുക്ക് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് കൂടി ഇടപെടാറുണ്ട്, എല്ലാവർക്കും അറിയാം.
അല്ലാതെ എല്ലാ അമ്പലങ്ങളുടെയും കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടാറില്ല, അത് സത്യമാണ്. പക്ഷെ ശബരിമലയിലെ കാര്യങ്ങളിൽ ഗവൺമെൻറ് ഇടപെടാറുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധം കടകംപള്ളി സുരേന്ദ്രനുണ്ട്. അത് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ആരൊക്കെയാണ് ജയിലിലയക്കണം? 3 CPM നേതാക്കളാണ് ജയിലിലായിരിക്കണം. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും 2 CPM നേതാക്കളും. 3 CPM നേതാക്കൾ ജയിലിലാണ്. എന്നിട്ട് എന്താ എം വി ഗോവിന്ദൻ പറയുന്നത്? ഒരാൾക്കെതിരെ നടപടിയെടുക്കില്ല, അല്ലേ? പൈങ്കിളിയാണ്. ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം കട്ടെടുത്തത് പൈങ്കിളിയാണോ? പൈങ്കിളി ആരോപണമാണോ? തലക്കെട്ട് വരുമെന്ന്. അവരെ നടപടിയെടുത്താൽ പൈങ്കിളി തലക്കെട്ട് വരും എന്നാണ് പറയണത്. അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്ത 3 CPM നേതാക്കൾക്കെതിരായി CPM ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ സഹായിക്കുകയാണ്. ഗവൺമെൻറ് അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സത്യമാണല്ലോ അത്. ഇപ്പോഴും നടപടിയെടുക്കാൻ തയ്യാറില്ല. അങ്ങനെയാണോ ചെയ്യുന്നത്? ഈ സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ തെളിവുകൾ ഹാജരാക്കി കോടതി ജയിലിലാക്കിയിരിക്കുകയാണ്, റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജാമ്യം പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു പാർട്ടി ചെയ്യുന്നത് അങ്ങനെയാണോ? അല്ല, എന്നാ പിന്നെ ആരോപണ വിധേയനായ MLA പാർട്ടി പുറത്താക്കണം എന്നിവർ ബഹളമുണ്ടാക്കി എന്തിനാ? ഞങ്ങളവർ പറഞ്ഞിട്ടൊന്നുമല്ല പുറത്താക്കിയത്, ഞങ്ങളുടെ നടപടിയാണ്. അപ്പോൾ ഓരോന്നിലും ഇരട്ടത്താപ്പാണ്. ഇതിൽ കുറ്റം തെളിഞ്ഞു വരട്ടെ എന്ന് പേടിയാണ്. കൂടുതൽ നേതാക്കളുടെ പേര് ജയിലിൽ ആയേക്കണവർ, റിമാൻഡ് ചെയ്തവർ പറയും അവർക്കെതിരെ നടപടിയെടുത്താൽ. അവർക്കെതിരെ നടപടിയെടുക്കാൻ CPMൻ്റെ മുട്ടുവരയ്ക്കും നേതാക്കന്മാരുടെ. കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ ഇതിനേക്കാൾ വലിയ നേതാക്കന്മാരുടെ പേര് പുറത്തു പറയും. അതാണ് പേടി. എല്ലാവർക്കും അറിയാം കാര്യം എന്താണെന്നറിയാം. പൈങ്കിളിയൊന്നുമല്ല, കാര്യം പേടിച്ചിട്ടാണ്. ആരുടെയൊക്കെ പേര് പറയുന്നറിയില്ല, ആരൊക്കെ ഈ ഷെയർ കൈപ്പറ്റിയിരുന്നെന്നറിയില്ല, ഈ പണത്തിൻ്റെ എവിടെ ചെന്ന് നിൽക്കുമെന്നറിയില്ല. അല്ലല്ല, അത് അവര് ഒരു നടപടിക്രമം ഉണ്ടല്ലോ, അവർ ചെയ്യട്ടെ. കാരണം നേരത്തെ ഈ പറയുന്ന പല ഘട്ടത്തിലും ഇതിനൊരു അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിൽ തടസ്സം നിന്നു സർക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം നടപടികളിലേക്ക് എന്തായാലും കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ കോടതി കൂടി നിരീക്ഷിക്കട്ടെ എന്തെല്ലാം തെളിവുകളാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിനെതിരായി മൊഴി കൊടുത്തിട്ടുണ്ട് വേറെ ആളുകൾ, ഒരു സംശയം വേണ്ട. അത് മൊഴി പകർപ്പുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലായിക്കോളും. മൊഴി കൊടുത്തിട്ടുണ്ട്. ഒരാൾ നിഷ്കളങ്കരല്ല, ഇവരാരും നിഷ്കളങ്കരല്ല. ഇവരാരും അദ്ദേഹത്തിന് പങ്കുണ്ട്. ഞാൻ ആരോപണം ഉന്നയിച്ചാൽ എനിക്കെതിരെ കേസ് കൊടുത്തേക്കില്ല. കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുമ്പോൾ SIT സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രതീക്ഷ പറയുന്നത്. SITയെ സ്വാധീനിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. SITയുടെ മീതെ അത് വൈകിച്ചു കൊണ്ടുപോകാൻ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് ഞാൻ ആരോപണം ഉന്നയിച്ചത്. മറ്റൊരു ഏജൻസിയിലേക്ക് കേസ് മാത്രമൊന്നുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പോട്ടെ, ഇത് പോട്ടെ. ഇത് പോയില്ലെങ്കിൽ നമുക്ക് അപ്പം ആലോചിക്കാം.